അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഇനിയും വല്ല ബഹളം വെച്ച് ഞാൻ വല്ല തോട്ടിലെറിയും കേട്ടോ. കുറെ നേരായി. വാവ വാവ ഞാൻ വിഴുങ്ങിയതാ. ഇനി എന്തുവാ എന്നാലേ രണ്ട് വാവ വീങ്ങിക്കൂലായിരുന്നു. അല്ലെങ്കിൽ അമ്മച്ച് പുറ്റിയില്ല. ആരോടോ ഞാനിതെല്ലാം പറയുന്നത്? എന്റെ തെറ്റാ. വിഷമിച്ചെൻ്റെ അറ്റപറ്റ് രണ്ട് വാവ കച്ചാ മാറ്റി. എൻ്റെ അറിവിൻ്റെ നിറകുടങ്ങളെ എന്തോ എന്തോ വിളി കിടന്നും അറിയാതെ വൈകക്ക് ചിരി പൊട്ടിപ്പോയി. കുഞ്ഞു വാവ വിഴുങ്ങാനൊന്നും പറ്റില്ലടാ, ഞാൻ വെറുതെ പറഞ്ഞേയാ. അപ്പൊ വാവ എങ്ങനെയാ വന്നേ? നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് മുന്നിൽ അവൾ എന്തുത്തരം പറയണമെന്ന് അറിയാതെ നിന്നു. അപ്പോഴേക്കും മോളിക്കുട്ടിയും ഡോക്ടറും അവിടേക്ക് വന്നിരുന്നു. എന്തായാലും മകളുടെ ആഗ്രഹം നടന്നു. രണ്ട് വാവ വേണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കിട്ടിയില്ലേ? മോളിക്കുട്ടിയുടെ വയറിൽ ചൂണ്ടി ഡോക്ടർ പറഞ്ഞതും വൈകി അവളെ പോയി കെട്ടിപ്പിടിച്ചു. അതെ, സൂക്ഷിച്ച്. രണ്ടാൾക്ക് നല്ലപോലെ ശ്രദ്ധ വേണ്ട സമയാ. രണ്ട് വാവ വന്നു ഡോക്ടരെ. പിന്നെ വരാതെ. പക്ഷേ ദേ ഇവിടെ രണ്ടുപേരെയും വല്ലായിട്ടെന്ന് മാത്രം. ഇവിടെ ഒരു വാവ, ദേ ഇവിടെ വേറൊരു വാവ. ഇപ്പൊ രണ്ടാൾ ഹാപ്പി ആയോ? കേൾക്കേണ്ട താമസം കുഞ്ഞു വാവ എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും അവരെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, രണ്ടാളുടെ ബോഡി വീക്കാണ്. റെസ്റ്റ് എടുക്കുക തന്നെ വേണം. ഞങ്ങൾ ശരിച്ചോലാം. അതെനിക്ക് മനസ്സിലായി. ഡോക്ടർ ചിരിയോടെ പറഞ്ഞതും രണ്ടാളും തലകുലുക്കി ചിരിച്ചു കാണിച്ചു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടറെ? എന്നാ ശരി. എന്തായാലും രണ്ട് പാവയും തിരക്ക് ചേച്ചിമാർ വന്നത് നന്നായി. അതുകൊണ്ട് ഇത് നേരത്തെ അറിയാൻ പറ്റി. ഇരട്ടി സന്തോഷമായില്ലേ? തീർച്ചയായും. ഡെവിയെയും ജോയെയും തിരക്ക് താഴേക്ക് പോവുകയാണ് അവർ. ഇടയ്ക്ക് മോളിക്കുട്ടിക്ക് രണ്ട് കുത്തും കൊടുക്കുന്നുണ്ട്. വൈക നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് പെണ്ണെ. അയ്യോടി, നാണം വന്നോ? എന്തായാലും എനിക്കൊരു കൂട്ടായി. താങ്കും മോളെ. ശൂഷിച്ച് ഞരച്ചെന്നെ. ദേ പപ്പ, നിങ്ങളിതുവരെ എവിടെയായിരുന്നു? അതിന് മറുപടി പറയാതെ വൈകിയുടെയും മോളിക്കുട്ടിയുടെയും മുഖത്ത് വിരിയുന്ന ഭാവങ്ങളിൽ അവന്മാർ അന്തം വിട്ടിരുന്നു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഞാനിന്നോ? ഞങ്ങൾക്ക് ഇത് 5 വാവ കിട്ടിയല്ലോ. രണ്ടോ? അപ്പൊ ടീംസാ? ട്യൂഷനല്ല, 2 വാവയാ. കൺഗ്രാറ്റുലേഷൻ. വൈക ജോയിക്ക് മുന്നിലേക്ക് കൈ നീട്ടി പറഞ്ഞതും അവൻ അതുപോലെ തന്നെ മറുപടിയും പറഞ്ഞു. താങ്ക്സ്. അല്ല എന്നതിനാ? ഷോ, അമ്മേന്റെ വയറ്റിൽ വാവിൻ്റെ പപ്പേ. 2 വാവയിൽ 1 വാവ അമ്മേന്റെ വയറ്റില്ല. ജോയ് മോളിക്കുട്ടിയെ നോക്കിയതും അവൾ അതേന്ന് തലയാടി ചിരിച്ചു. സന്തോഷം കൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം ഡെബിയുടെ പുറത്തിട്ടെണ്ണം കൊടുക്കുകയാണ് ചെയ്തത്. എന്നാടാ കൊച്ചായപ്പോ പ്രാന്തായോ? ആയടാ ആയി. എത്ര മാസമായിടി? മാസോ? ഗപ്പാർക്കെന്ന് അറിയണ്ടേ? അവൻ പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായതും ഡേവി അവനെ സൂക്ഷിച്ചു നോക്കി. തലയ്ക്ക് വെളിവില്ലാത്തിനൊക്കെ കൂട്ടി വന്നതിന് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ 4 കൂടി വന്നാൽ മതിയായിരുന്നു. ഒരാൾ കൂടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കേട്ടൊന്ന് കെട്ടിപ്പിടിച്ചോ നോക്ക്. ആ സമയം കൂടി അവൻ്റെ മണ്ടേ കയറാൻ പോയേക്കുന്നു. നിങ്ങൾ എന്നെയാണോ അത് ഇവനെയാണ് കെട്ടിയത്? കലിപ്പാവാതെൻ്റെ ഭാര്യയെ ഈ ചായ വെറുതെ പറഞ്ഞതല്ലയോ. എന്നായാലും ഞാൻ ഹാപ്പി. വീട്ടിൽ ചെന്നിട്ട് ബാക്കി ആഘോഷം. അതത്രേ ഉള്ളൂ. മോളിക്കുട്ടിയുടെ കാര്യം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. സർപ്രൈസ് ആയിക്കോട്ടെ. അത് മതി. എന്നാ പിന്നെ വേഗം പോകാം. എനിക്ക് ഈ സ്മെല്ല് പിടിക്കുന്നില്ല. എന്നാ വാ. അവരെല്ലാവരും കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് വന്ന അയാൾ ഡേവി തുറന്ന ഡോറ് അതുപോലെ തന്നെ അടച്ചത്. ആളെ കാണുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചിരി പെട്ടെന്ന് തന്നെ മാഞ്ഞു. എല്ലാരും ഉണ്ടല്ലോ. എന്നടാ ചെറുക്ക, വിശേഷം വല്ലതും ഉണ്ടോ? ചെറിയൊരു വിശേഷം ഒന്ന് കൂടിക്കോ. അതെന്നാടാ ഊവേ, ഞങ്ങളോടൊന്നും പറയുകയില്ലേ. അതിൻ്റെ ആവശ്യമൊന്നും തോന്നില്ലെന്നേ. അല്ല കുര്യൻ സാറെന്നേ ഇവിടെ മേലായിക വല്ലതും ഉണ്ടോ? അത് നീ അറിഞ്ഞില്ലായോ? അലക്സിന് ആക്സിഡന്റ് പറ്റിയെന്നേ. കാലോ കയ്യോ ഒടിഞ്ഞെന്നോ മുറിഞ്ഞെന്നോ അങ്ങനെ എന്നതൊക്കെ കേട്ടായിരുന്നു. അപ്പൊ സത്യമായിരുന്നല്ലേ? ചുമ്മാതല്ല തല്ല് വാങ്ങിക്കാൻ അങ്ങോട്ട് കാണാതിരുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലായോ? അവൻ നീയൊക്കെയാണല്ലേ എൻ്റെ മോനെ. കൊല്ലോടാ നിന്നെ ഞാൻ. ജോയിയുടെ കഴുത്തിൽ കയറി അയാൾ പിടിച്ചതും ഡേവി അത് തടഞ്ഞു നിർത്തി. ഡോ, അവന്റെ കയ്യിലിരിപ്പിന് നാട്ടുകാർ കയറി പെരുമാറിയതിനെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയ മോന്റെ അപ്പുറത്ത് അപ്പനും കൂടി ഒരു ബെഡ് ഇടേണ്ടി വരും. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. ഇവിടെ നിന്നും ഇറങ്ങിക്കോട്ടെ. വരുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട്. ഞങ്ങളുടെ ഉപ്പും ചോറും നിന്ന് വളർന്ന ഒരുത്തിയില്ല എവിടെ. അവൾക്കുള്ള മുട്ടം പണി ഒരുക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞേക്ക്. ആയിക്കോട്ടെ, അറിയിച്ചേക്കാം. ഇപ്പൊ താൻ ചെല്ലി. മോന് വല്ല ആവശ്യം വന്ന് കാണും. അവരെ ദേഷ്യത്തിൽ നോക്കി പോകുന്നവൻ ആദ്യയും അന്നയും കാറിൻ്റെ അകത്തിരുന്ന് നാക്ക് നീട്ടി കാണിച്ചു.
ഈ അപ്പൂപ്പനെ എപ്പോഴും വാക്കിന് വരുവാനല്ലോ. പപ്പയെ പോലീസിന് പിടിച്ചു വെച്ചൂലേ? ഞാൻ ലീറ്റ് കോറ്റിട്ടേ. ഇതിനൊക്കെ നിന്റെ പപ്പ തന്നെ ധാരാളം മതിയടി കാന്താരി. എന്നെ ജൈവിച്ച മായി ചമ്മൻ്റെ ആക്കെന്നെ. കുറെ ഇടിക്കാർ വന്നിരിക്കുന്നു. ഇത് രണ്ടെണ്ണം ഇങ്ങനെയായി. വയറ്റിലുള്ളതെങ്കിലും ഞങ്ങളെപ്പോലെ ആയാൽ മതിയായിരുന്നു. ഏതാ അമ്മമാരുടെ ജനിക്കുന്ന കൊച്ചു മന്ദബുദ്ധി ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇതൊന്നും അത്ര ശരിയല്ലോ. ഇച്ചായ മോളിക്കുട്ടിയുടെ വിളിയുടെ ടോണ് മാറിയതും ജോയി വേഗം തന്നെ കാറിലേക്ക് കയറി. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അവളെ ഭർത്താവിനെ തല്ലിന്ന് വിളിപ്പിക്കുന്നത്? ഡെവി കാറിലേക്ക് കയറാൻ മുമ്പ് വൈകവന്റെ മുന്നിലേക്ക് കയറി നിന്നു. ഇനി നിനക്കെന്നാ? സത്യം പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടിയല്ലേ ആലസിനെ തല്ലി ഹോസ്പിറ്റലാക്കിയത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് സത്യ. പക്ഷേ ഈ നല്ല കാര്യം ചെയ്തത് ഞങ്ങളല്ല. റോസ്ലിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ തന്തയും മോനും ഒതുക്കിയേ പറ്റുന്ന മനസ്സിൽ കരുതിയതാ. ഈ പണി പക്ഷേ വന്നത് വേറെ പടിയാണെന്ന് മാത്രം. കോളേജിൽ പഠിക്കുന്ന ഏതോ പെൺകുറ്റിനെ ശല്യം ചെയ്ത വകയിൽ അതിൻ്റെ ആങ്ങളമാർ തല്ലി പിടിച്ചതകത്ത്. എന്നാൽ ഓക്കെ. ഇപ്പം എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവർക്കിട്ട് രണ്ടെണ്ണം കൊടുത്താ നീയൊക്കെ രണ്ടും കൂടി കുത്തിരിപ്പ് സമരം നടത്തുമല്ലോ, ഡേവി പറഞ്ഞു. ആ ചിലപ്പോൾ നടത്തിയെന്നും വരും. പിള്ളേർ 2 അല്ല 4 ആയി. ഇനിയിപ്പോൾ പഴയതുപോലെ എങ്ങനെ വേണേലും പോക്കോട്ടെ എന്നൊന്നും വെക്കാൻ പറ്റില്ല. ശരിയാ, ഞാനും അഞ്ഞ കൊച്ചി വാവ വന്യ വാവച്ചു എല്ലാരും കൂടി വീരി നിരയെ പിള്ളേരായി. എല്ലാവരും താമസിച്ചാൻ ചേലുണ്ടോ പാപ്പേ? ഇനിയിപ്പോൾ ഈ എണ്ണം കൂടുകൂടാ. പപ്പയുടെ ഒരു ഇതില് ഇതൊരു 6 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീടൊന്ന് വലുതാക്കി പണിഞ്ഞ് കളയാം. എല്ലാവർക്കും ഓടിക്കളിക്കണ്ടേ? അത് കൊല്ലാം. വലിയ വീരി വെച്ചാൽ ഒലിച്ച് കഴിച്ചാൽ ഒത്തിരി ശേലായി. അല്ല ദേവി, ഈ 6 പേര് ആരാ? അതിപ്പോഴേ ഇല്ലടാ, കുറച്ചു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. അല്ലടാ, ഈ 6-ല് നിന്റെ കോൺട്രിബ്യൂഷൻ എത്ര, എൻ്റെ എത്ര? ഇപ്പം 2-2 അല്ലേ? അതൊരു 3-3 ആക്കിയേക്കാം. ഇനി രണ്ടും വാ തുറന്നാ വീട്ടിൽ അംഗസംഖ്യയിൽ 2 ഇവിടെ വെച്ച് കുറയും. പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയുന്നത് കേട്ടില്ലേ? അവരെല്ലാം അറിയട്ടെടി. വാവാ വാവാന്ന് പറഞ്ഞ് നാഴേക്ക് 40 വട്ടം നടന്നാ വാവ വരൂല. അതിന് കഷ്ടപ്പെടണം. ആ എങ്ങനെയാ പപ്പ കഷ്ടപ്പെടിനെ? ആദ്യം അങ്ങനെ ചോദിച്ചു കളയുന്ന ഡെവി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭദ്രകാളി ലുക്കിലിരിക്കുന്ന വൈകിയെ കൂടി മിററിൽ കണ്ടതും അവൻ നാക്ക് കടിച്ചു. എന്നാ നിർത്തിയത്? അതുകൂടി പറഞ്ഞു കൊടുക്ക്. വന്ന് രണ്ടിനും ബോധമില്ലാതായി. രവി പായി പാവ എങ്ങനെയാ വഞ്ഞേ? അതൊക്കെ എങ്ങനെയോ വന്നതാ. നമുക്കിതേ ആ കടയിൽ കയറി കുറെ മുട്ടായി മേടിക്കാം, എല്ലാവർക്കും കൊടുക്കേണ്ടേ? വിഷയം മാറ്റാനായി ജോയി അത് പറഞ്ഞതും പിന്നെ രണ്ടും അതിൻ്റെ പിന്നാലെയായി. ഓ, ഈ പിള്ളേരിതെന്താ ഇത്ര സമയം എടുക്കുന്നത്? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതിപ്പോ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞതിന് സന്തോഷാണോ അതോ ഇവരുടെ കാര്യം പറയാനുള്ള തിടുക്കാണോ? അമ്മച്ചിയും വിഷനിപ്പോ ജീവന്റെ മുറിയിലുണ്ട്. അവരെല്ലാം തുറന്ന് സംസാരിച്ച് ഇഷ്ടം പറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അന്മ പിള്ളേർ വരാൻ നോക്കിയിരിപ്പാണ്. അവരിപ്പോ ഭാര്യ അമ്മച്ചി പള്ളിയുടെ അവിടെ എത്തി കഴിഞ്ഞെന്നാ പറഞ്ഞത്. ഞാൻ വൈകേച്ചി വിളിച്ചിരുന്നു. മുറിയിലേക്ക് കയറിക്കൊണ്ട് റോസ്ലിൻ പറഞ്ഞതും അവർ മുഖമുയർത്തി അവളെ നോക്കി. എന്നതായാലും മുഖത്തൊരു വെട്ടം വീണിട്ടുണ്ട്. പണ്ടുള്ളവർ പറയും കെട്ടിയോന്റെ സ്നേഹം അറിയണമെങ്കിൽ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതിയെന്ന്. അതിപ്പോ നേരായതുപോലെ. എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ മക്കളെ. കർത്താവായിട്ട് ഒന്നിപ്പിച്ചതാ നിങ്ങളെ. അവരുടെ 2 പേരുടെയും കണ്ണുകളിൽ കാണുന്ന സ്നേഹം തിരിച്ചറിഞ്ഞതും വിശ്വനും മനസ്സാലെ 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ഗേറ്റ് കടന്ന ഡെവിയുടെ കാറ് വീട്ടിലേക്ക് എത്തിയിരുന്നു. അവര് വന്നല്ലോ. പറയുന്നതിനൊപ്പം തന്നെ അന്നമ്മയും വിശ്വനും മുറിയിൽ നിന്നിറങ്ങി അവിടേക്ക് നടന്നു. അവിടെ അടുത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നവളെ ജീവൻ നോക്കി. താൻ പോകുന്നില്ലേ? അത് സാറ് ഒറ്റക്കാകില്ലേ? അവളുടെ മറുപടി കേട്ടവന് ചിരിയാണ് വന്നത്. ഇത്രയും പേരുള്ള വീട്ടിലാണോ ഞാൻ ഒറ്റക്കാകുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഇഷ്ടമല്ലേ ഞാൻ പോയേക്കാം. എന്തായാലും നിന്നതല്ലേ, ഇനി പോവേണ്ട, അവരിങ്ങോട്ട് വന്നോളും. അവൻ്റെ മറുപടി അവളുടെ ചിരി വിടർത്തി. എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കുമെന്ന് അറിയോ? അമ്മച്ചി പറഞ്ഞു. അത് പിന്നെ വണ്ടിയും ഓടി എത്തേണ്ട അമ്മച്ചി. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോടാ, കുഞ്ഞാരോഗ്യത്തോടെ ഇരിക്കുമല്ലേ? ഈ 2 കൊച്ചുങ്ങൾക്കും ഒരു കുഴപ്പമില്ല. 2ഓ? നീ എന്നതൊക്കെയായി പറയുന്നത്? അതിൻ്റെല്ലോ ഇവിടെ 2 വവയെ വരാൻ പോന്നെ. ഒരു വവ അമ്മേൻ്റെ വയറ്റിലും ഒരാൾ മോലിമേൻ്റെ വയറ്റിലും. സത്യാണോ മക്കളെ? വിഷൻ അതിശയത്തോടെ മോളിക്കുട്ടിയോട് ചോദിച്ചതും അവൾ അതേന്ന പോലെ ചിരിയോടെ തലയാട്ടി. എൻ്റെ കർത്താവേ, ഇതിപ്പോൾ സന്തോഷങ്ങളെല്ലാം കൂടി ഒന്നിച്ചാണല്ലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്നതാ പിള്ളേരെ തരേണ്ടത്? ഉമ്മ കൊച്ചുഞ്ഞി. ഇവിടെ എല്ലാവരും സന്തോഷം ഞാൻ ഉമ്മയാ കൊക്കുഞ്ഞ് കണ്ടില്ലേ? അത് ശരിയാ. ഇങ്ങ് വാ മക്കളെ. അന്നമ്മ അവരെ 2 പേരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നെറുകയിൽ സ്നേഹചുംബനം നൽകി. ഇനി ഞങ്ങച്ചും. തൻ്റെ മുന്നിൽ കവളും കാണിച്ചു നിന്ന കൊച്ചുമക്കൾക്കും അന്നമ്മ സ്നേഹം പകരാൻ മറന്നില്ല.
രണ്ടുപേർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. രണ്ടിൻ്റെയും ബോഡി വീക്കാ. പിന്നെ ആദ്യത്തെ മാസങ്ങളല്ലേ, നല്ലപോലെ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. ഒരു വക കൃത്യസമയത്ത് കഴിക്കില്ല. കഴിക്കാൻ പറഞ്ഞാലോട്ട് കേൾക്കുമോ? അതുമില്ല. ആ കാര്യത്തിൽ രണ്ടിനെയും ഒരു വളർത്തി കേട്ടാം. ഇനി അത് പറ്റില്ല. ഞങ്ങളെല്ലാം കഴിച്ചോളാം അമ്മച്ചി. പണ്ടത്തെ പോലെ ചാട്ടം കൊണ്ട് ഇറങ്ങരുത് പ്ലീസ്. അന്നക്കൊച്ചിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ തന്നെ പിടിച്ചിട്ട് തീറ്റിക്കുന്ന അമ്മച്ചിയുടെ ഓർമ്മയിൽ മോളിക്കുട്ടി പറഞ്ഞു പോയി. എന്നാ വേണമെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങോട്ടോട്ട് വന്നേ. വേറൊരു വിശേഷം കൂടി ഉണ്ട്. ഇനിയും വിശേഷവും? അതാർക്കാ? ആ വിശേഷം അല്ലടാ, നമ്മുടെ ജീവനും റോസുമോളും ഒന്നിച്ചതാ ഞങ്ങൾ പറഞ്ഞ വിശേഷം. അത് കേട്ടും എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറഞ്ഞു. ജീവൻ സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് മാത്രല്ല, അവനവളെ ഒത്തിരി ഇഷ്ടമാണ് താനും. നീ ഇപ്പം ആ കൊച്ചിൻ്റെ മുഖത്ത് തെളിച്ചൊന്ന് കാണണം. അമ്മച്ചി വന്നേ, അതൊന്ന് നേരിട്ട് കാണണ്ടേ. അകത്തേക്ക് വേഗം നടക്കാൻ തുടങ്ങിയ വൈകിയെ ഡെവി പിടിച്ചു നിർത്താൻ തുടങ്ങും മുമ്പേ മറ്റൊരു കൈ അത് ചെയ്തു. ഇങ്ങനെ ഓരിയ വയറ്റിലെ പാവ കുങ്ങും. അമ്മച്ചി പയ്യെ പോയ എൻ്റെ പയ്യൻ അന്നേ. ഡെവി ചിരിയോട് ആദ്യം എടുത്ത് തോളിലിരുത്തി. അതന്നെ, ഇവിടെ അമ്മച്ചിയുടെ കൂടെ 2 ഡോക്ടർമാർ വേറെയുണ്ട്. അമ്മമാർ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ലടാ അന്ന കൊച്ചേ. പറയുന്നതിനോടൊപ്പം തന്നെ അന്നയുടെ മുന്നിൽ ചെറുതായി കുനിഞ്ഞ് അവൻ അവളെയും മറ്റേ തോളിലിരുത്തി. ആഞ്ഞ് രണ്ടാക്കും കുറ്റക്കേര് കൂറ്റില്ല. വാമാരി ഈ കണ്ണിലെ പച്ചിനെ ആയി മാറ്റല്ല. അവര് കുറ്റക്കേര് കാണിച്ച പായും ചേച്ചിമാര് പഠിപ്പിച്ചു. അതിനും വാക്ക് കേട്ടിട്ട് ആരാ? പാവം ഞങ്ങളല്ലേ. അയ്യോടി, പാവങ്ങൾ വന്നിരിക്കുന്നു. ഇതിന് മറുപടി ഞാൻ പിന്നെ പറയാം. ആദ്യം പോയി അവരെ ഒന്ന് കാണട്ടെ. ഞാനുണ്ട്. അവരുടെ പിന്നാലെ അന്നമ്മയും മോളിക്കുട്ടിയും കൂടി നടന്നു. നീ ഇതിനെ രണ്ടിനെയും കൂടെ എടുത്തോണ്ട് നിൽക്കുവാണോ? നീ ഒന്നിനെങ്കിൽ താടാ, എൻ്റെ തോട് ഫ്രീയാ. അത് ഫീൽ ചെയ്യാനേ 2 ഓൺ ദി വേലല്ലേ. അപ്പൊ നീ എത്ര വേണേലും എത്തിക്കോ. എനിക്കറിയാലോ നിന്നെ. അന്ന് നീ വേണേൽ 4 കൂടി എടുത്ത് തലയിൽ വെക്കും. ആ ചിലപ്പം വെച്ചെന്നും വരും. ഡേവി ഒരു ചിരിയോട് അവരുമായി അകത്തേക്ക് നടന്നു. ദൈവമേ, ഇനി എൻ്റെ പ്രതീക്ഷ ഭാവിയിലുള്ള 2 സ്വയം പറഞ്ഞ് ആശ്വസിപ്പിച്ചാൻ വാങ്ങിയ സാധനങ്ങൾ കാറിൽ നിന്നും എടുത്ത് അവിടെ പിന്നാലെ നടന്നു. അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ പെണ്ണിന്റെ മുഖം നോക്കിയേ. നിനക്കിങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ കൊച്ചേ? റോസലിന്റെ കയ്യിൽ പിടിച്ച് മോളിക്കൂട്ടി ചോദിക്കുമ്പോൾ വൈകി നോക്കിയത് ജീവന്റെ മുഖത്തേക്കാണ്. സംശയിക്കേണ്ട, ഇഷ്ടമായിട്ട് തന്നെ പറഞ്ഞതാ. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. അതെ, എന്നതായാലും ഇന്നത്തെ ദിവസം കൊള്ളാം. എവിടെ തിരിഞ്ഞാലും നല്ല വാർത്ത മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പോയതാണെന്ന് റോസ്ലിൻ പറഞ്ഞു. പോസിറ്റീവ് അല്ലേ? അതേടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ആണെന്ന് നോക്കാൻ പോയ വകയിൽ 2 കിട്ടിയെന്ന് മാത്രം. ദേ ഇവിടെ ഒരാൾ ബീസിൽ മുഴുകിയിട്ടിരിക്കുക. ശരിക്കും കൺഗ്രാറ്റ്സ് 2 റോസ്ലിൻ 2 ചേച്ചിമാരെയും കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ജീവനെയും ആ വാർത്ത ഒരുപാട് സന്തോഷം തോന്നിപ്പിച്ചു. ഇതിന്റെ മാറ്റു കൂട്ടാനായി ജോലി വലിയൊരു കേക്ക് കൊണ്ടാണ് വന്നത്. ജീവൻ കൂടി പങ്കെടുക്കാൻ വേണ്ടി അവൻ ആ റൂമിൽ തന്നെ ടേബിളിലേക്ക് കേക്ക് വെച്ചു. അതെ, ഇതിപ്പോൾ എല്ലാ ഹാപ്പി ന്യൂസിനും കൂടിയേ കേട്ടോ. ഇനി ആരാ ഈ കേക്കൊന്ന് മുറിക്കുന്നത്? ഞങ്ങള്. ജോയിയുടെ കയ്യിൽ നിന്ന് 2 കത്തി വാങ്ങി മുറിക്കാൻ തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ദേശീയഗാനമാണെന്ന് കരുതി 2 കാറി പോകുന്നുണ്ട്. ആരുടെ ബർത്ത്ഡേ? അവരെന്നതേലും പാടട്ടട ചെറുക്ക. ആ ചിരി മതിയല്ലോ മനസ്സ് നിറയാൻ. പാട്ടവൻ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കേക്ക് അറഞ്ഞം പുറഞ്ഞം പെട്ടുന്നത് കൂടി കണ്ടതും അവൻ ദയനീയമായ അമ്മച്ചിയെ നോക്കി. ചുമ്മാ ഇരിയടാ. ആദ്യം അന്നയും തന്നെ ഓരോ കുഞ്ഞു പീസ് എടുത്ത് എല്ലാവർക്കും കൊടുത്തു. കൂട്ടത്തിൽ 2U പാടാനും മറന്നില്ല. കേക്ക് വാങ്ങി കഴിക്കുന്നവർ അതിൽ നിന്നും വിത്തിരിയെടുത്ത് 2ന്റെയും മുഖത്ത് വരക്കാനും മറന്നില്ല. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം അന്നയും കേക്കിൽ കുളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോൾ എൻ്റെ പിള്ളേരുടെ മുഖം കാണാനില്ലല്ലോ. ജീവൻ പറഞ്ഞു. ഇവരിഞ്ചി. കണ്ണിൻ്റെ മുകളിൽ പറ്റിയ കേക്ക് തുടച്ച് നോക്കിക്കൊണ്ട് പറയുന്ന ആദ്യയെ കണ്ട് അന്ന കൊച്ച് ചോക്ലേറ്റ് പറ്റി പിടിച്ച പല്ല് കാണിച്ച് ചിരിച്ചപ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പറന്നു. ഈ ചിരി എന്നും ഇതുപോലെ നിൽക്കണം എൻ്റെ കർത്താവേ. ആരും കണ്ണ് വെക്കല്ല എൻ്റെ കുടുംബത്തിന്. അന്നമ്മയുടെ മനസ്സ് കർത്താവിനോട് മന്ത്രിച്ചു.